വതുകല്ലിമുനാ ഐദീഹിം, നമ്മുടെ കരങ്ങൾ അല്ലാഹുവിലേക്ക് സംസാരിക്കുകയാണ്. വതശ്ഹദു അർജുലുഹും, നമ്മുടെ കാലുകൾ ആ കൈകൾ പറയുന്ന കാര്യങ്ങൾക്ക് സാക്ഷ്യം വെക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അന്ന് നമ്മുടെ വാ കൊണ്ട് അല്ലാഹുവിനോട് സംസാരിക്കാൻ പറ്റില്ല. ഭൂമി ലോകത്ത് ഈ ഭൗതികമാകുന്ന ദുനിയാവിൽ വെച്ച് ആ വാ കൊണ്ട് എത്രയോ ആളുകളെ നമ്മൾ കുറ്റപ്പെടുത്തിയതാണ്. ആ വാ കൊണ്ട് എത്രയോ ആളുകളുടെ മാന്യതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങൾ പ്രിയമുള്ളവരെ നമ്മൾ പറഞ്ഞു പോയതാണ്. എത്രയോ ആളുകളെ വഴക്ക് പറയുവാനും തെറി വിളിക്കുവാനും അപഹസിക്കപ്പെടുത്തുവാനും ആ പ്രിയമുള്ളവരെ നമ്മുടെ വാ ഉപയോഗപ്പെടുത്തിയില്ലേ ദുനിയാവിൽ വെച്ച്? ആ വാ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ആ വാ കൊണ്ട് നമുക്ക് അല്ലാഹുവിനോട് സംസാരിക്കാൻ പറ്റില്ല. മറിച്ച് ഈ ഭൂമി ലോകത്ത് ചെയ്തു വെച്ച സകലമായ പ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഏറ്റുപറയുന്നത് നമ്മുടെ കരങ്ങളാണ്. തുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും, എന്നിട്ട് നമ്മുടെ കാലുകൾ ആ കൈകൾ പറയുന്ന കാര്യങ്ങളെ അവിടുന്ന് സാക്ഷ്യം വഹിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഈ ദുനിയാവിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മുടെ അവയവങ്ങൾ കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരകോടി ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന മഹ്ശറയിൽ വെച്ച് അവിടുന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം നാം ഇഴകേറി അന്വേഷിക്കേണ്ടതാണ്. ആരോരും കാണാതെ ചെയ്തു പോയ നമ്മുടെ തെറ്റുകൾ, ആരോരും അറിയാതെ നാം പറഞ്ഞു പോയ നമ്മുടെ വർത്താനങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തരമാകുന്ന കോടതിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ അവയവങ്ങൾ അവിടുന്ന് പറയുമ്പോൾ ലജ്ജിച്ച് തഴലാട്ടി നിൽക്കേണ്ട അവസ്ഥ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് കടന്നു വരുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമാകുന്ന ഖുർആൻ അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ പ്രവാചകനിലൂടെ പഠിപ്പിച്ചു തരുകയാണ്. ഒരു മനുഷ്യനെ, ഒരു അടിമയെ ഈ ഭൂമി ലോകത്ത് അവന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല 2 മലക്കുകളെ അല്ലാഹു നിയോഗിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ചെറിയ ക്ലാസ്സിൽ തന്നെ മദ്രസയിൽ കുട്ടികൾ പഠിക്കുന്ന റഖീബ് അതീദ് എന്നു പേരുള്ള 2 മലക്കുകൾ നമ്മുടെ നന്മയും തിന്മയും രേഖപ്പെടുത്തുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച 2 മലക്കുകൾ. മാത്രമല്ല, ഈ റഖീബും അതീദും മാത്രമല്ല, ഹഫളത്തിന്റെ മലക്കുകൾ എന്ന് പറഞ്ഞ ഒരു ടീം, ഹഫളത്തിന്റെ മലക്കുകൾ എന്ന് പറഞ്ഞ ഒരു സംഘം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിന്റെ ചുറ്റുപാടും അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കിറാമുൻ കാതിബീൻ, എന്ത് പ്രവർത്തനമായി കൊള്ളട്ടെ, നന്മയാകട്ടെ തിന്മയാകട്ടെ, അവന്റെ ചലന നിശ്ചലനങ്ങളെ മുഴുവനും രേഖപ്പെടുത്താൻ കിറാമുൻ കാതിബീൻ എന്ന് പറയുന്ന ഒരു സംഘത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെ നിയോഗിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യനെ നിരീക്ഷണം നടത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച മാർഗങ്ങളാണ്. ഓൾറെഡി ഒരു റഖീബും അതീദും ഉണ്ട്. അതിന് പുറമെ ഹഫളത്തിന്റെ മലക്കുകൾ, അതിന് പുറമെ കിറാമൻ കാതിബീൻ എന്ന് പറഞ്ഞ മറ്റൊരു സംഘം. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ ആ മലക്കുകളുടെ നിരീക്ഷണത്തിനപ്പുറത്ത് നിന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പ്രവർത്തിക്കുവാനോ ചിന്തിക്കുവാനോ സാധിക്കുന്നുണ്ടോ മനസ്സിലാക്കണം. നമ്മളിപ്പോൾ പള്ളിയുടെ പരിസരത്ത് ഒരു ക്യാമറ വെച്ചിരിക്കുന്നു. ആ ക്യാമറയുടെ കണ്ണിൽ പെടരുത് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്നു. അല്ലെങ്കിൽ റോഡിലൂടെ സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ പോലീസിന്റെ വകയായി പെറ്റി വരരുത് എന്ന രൂപത്തിൽ ഒരുപാട് മാന്യമായ രൂപത്തിൽ നമ്മൾ വണ്ടി ഓടിക്കുന്നു. അത് ക്യാമറ ഇല്ലാത്ത അവസരത്തിൽ സുബ്ഹാനല്ലാഹ് നമ്മുടെ തനി രൂപം പുറത്തു വരികയാണ്. 2 ക്യാമറയെ പേടിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ എങ്കിൽ ഒരു നിമിഷം പോലും നമ്മുടെ ശരീരത്തിൽ നിന്നും, നമ്മുടെ മനസ്സിൽ നിന്നും, നമ്മുടെ അവയവങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്നും വ്യതിചലിക്കാത്ത അല്ലാഹുവിന്റെ ആ തിരുനോട്ടത്തിൽ നിന്നും എന്റെ പ്രിയമുള്ളവരെ എന്തുകൊണ്ട് നാം വഴിമാറുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രത്തോളം നിരീക്ഷണത്തിന് വിധേയമായി ഞാനും നിങ്ങളും ഈ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധമാകുന്ന ഖുർആൻ പഠിപ്പിച്ചു തന്ന ധാർമ്മികപരമാകുന്ന ബോധത്തോടു കൂടിയുള്ള ജീവിതം കാഴ്ചവെക്കാൻ എന്തുകൊണ്ട് പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നില്ല?
അള്ളാഹുവിന്റെ മഹ്ശറാവൽ സഭയിലേക്ക് നാം ഓരോരുത്തരും കടന്നു പോകുമ്പോൾ ദുനിയാവിൽ നമ്മൾ ജീവിച്ചു കൂട്ടിയതായ ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങൾ ഇങ്ങനെ പറയുകയാണ്. അയവിറക്കുമ്പോൾ നമ്മുടെ ശത്രുക്കളായി കടന്നു വരുന്ന ഒരു വിഭാഗമുണ്ടെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ പോലും കളവ് പറയാത്ത ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആണയിട്ടുകൊണ്ട് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. മഹ്ശറ വൻസഭയിൽ നമ്മുടെ ശത്രുവായി കടന്നു വരുന്ന ഒരു വിഭാഗമുണ്ട്. ആരാണ് നബിയേ, ആരാണ് നബിയേ ആ ശത്രുവായി മഹ്ശറയിൽ നമുക്ക് കടന്നു വരുന്നതെന്ന് പുന്നാർ റസൂലിനോട് ചോദിച്ചപ്പോൾ ആ പ്രിയപ്പെട്ട സ്വഹാബാക്കളോട് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അൽ അഖില്ലാഹ് അൽ അഖില്ലാഹു യൗമൈദിൻ ബഅ്ദുഹും ബിബഅ്ദിൻ അദുവ്വ. നമ്മുടെ ഈ ദുനിയാവിൽ നമ്മുടെ സുഖത്തിനും ദുഃഖത്തിനും കൂടെ നിന്ന് നമ്മുടെ കൂട്ടുകാര് എന്ത് പ്രശ്നങ്ങൾ കടന്നു വന്നാലും എന്ത് പിന്മുറുക്കങ്ങൾ കടന്നു വന്നാലും നമ്മുടെ തോളിൽ കൈയിട്ടുകൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യത്തിനും വേണ്ടി കൂടെ നിന്ന കൂട്ടുകാരന്മാര് അള്ളാഹുവിന്റെ മഹ്ശറയിലേക്ക് കടന്നു പോകുമ്പോൾ പരസ്പരം ശത്രുക്കളായി പരസ്പരം കണ്ടാൽ തന്നെ ദേഷ്യം വരുന്ന രൂപത്തിലുള്ള രണ്ട് ആളുകളായി മാറപ്പെടുകയാണ്. ഇതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സ്വഹാബാ, നന്മ ചെയ്യാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുമ്പോൾ അവനെ തിന്മയിലേക്ക് വലിച്ചു കൊണ്ടുപോയവനാ, അവനെ തിന്മയുടെ വഴിയിലേക്ക് നയിച്ചവനാണ്. അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു പോകുമ്പോൾ അവൻ പറയും, റബ്ബേ എനിക്ക് പള്ളിയിൽ പോകാൻ, ജമാഅത്ത് നഷ്ടപ്പെടാതിരിക്കാൻ, അള്ളാഹുവിന്റെ പരിശുദ്ധമാകുന്ന ആ നാമങ്ങൾ കേൾക്കാൻ, പരിശുദ്ധമാകുന്ന ഖുർആൻ ഓതാൻ വല്ലാത്ത താല്പര്യമുള്ള ആളായിരുന്നു ഞാൻ. പക്ഷേ എനിക്ക് ദുനിയാവിൽ കിട്ടിയ കൂട്ടുകാരൻ അതിനോടൊന്നും ഒരു താല്പര്യമില്ലാത്തവനാണ്. പള്ളി എന്ന് കേൾക്കുമ്പോൾ തന്നെ പുറംതിരിഞ്ഞു നിൽക്കുന്നവനാണ്. ഇങ്ങനെയുള്ള കൂട്ടുകാരനാ എനിക്ക് കിട്ടിയത് റബ്ബേ. അതുകൊണ്ട് എനിക്ക് കിട്ടാവുന്ന ശിക്ഷയിൽ നിന്നും അവനും നീ കൊടുക്കണമെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്മാര് അള്ളാഹുവിന്റെ സബദത്തിൽ നിന്ന് പൊട്ടിക്കരയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പ്രിയമുള്ളവരെ, ഒരു തെറ്റ് ചെയ്യുവാൻ വേണ്ടി നമ്മുടെ കൂട്ടുകാരനെ കൂടെ കൂട്ടുന്നവരില്ലേ? ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കൂട്ടുകാരന്മാരെ കൂടെ കൂട്ടുന്ന ആളുകളില്ലേ? സൂപ്പർ സ്റ്റാറുകളുടെ സിനിമ ഇറങ്ങുമ്പോൾ അതാ കട്ടൗട്ടുകൾ വെക്കുവാൻ വേണ്ടി ഫണ്ട് ശേഖരം നടത്തുന്ന ചെറുപ്പക്കാരന്മാരില്ലേ? എത്ര തന്നെ തിരക്കാണെങ്കിലും എത്ര തന്നെ ഉന്തും തെള്ളുമാണെങ്കിലും കുഴപ്പമില്ല, ഫസ്റ്റ് ദിവസത്തിൽ തന്നെ ഫസ്റ്റ് ഷോയ്ക്ക് വേണ്ടി എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ട് അവിടുന്ന് അതാ ക്യൂ നിന്ന് തിയേറ്ററിന്റെ മുന്നിൽ നിന്നും ടിക്കറ്റുകൾ വാങ്ങിയിട്ടാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്മാർ മനോമുഖരങ്ങളിൽ അവിടുന്നതാ സൂപ്പർ സ്റ്റാറുകളെ പ്രതിഷ്ഠിച്ചു വെച്ചിട്ട് അവരുടെ പേര് പറയുമ്പോൾ രോമാഞ്ചം കൊണ്ടുകൊണ്ട് ആർപ്പുപിടികളോടുകൂടിയും മുദ്രാവാക്യങ്ങളോടുകൂടിയും ആ തിയേറ്ററിന്റെ മുന്നിലേക്ക് കടന്നു പോകുന്ന ചെറുപ്പക്കാരന്മാര്, എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവിൽ നമ്മൾ ചിന്തിച്ചു പോകും, ഇതാണ് ഏറ്റവും വലിയ കൂട്ടുകാരൻ, ഇവനാണ് ആത്മാർത്ഥതയുള്ള കൂട്ടുകാരൻ. മറ്റെല്ലാ ആളുകളും കൈയൊഴിഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി തിയേറ്ററിൽ ഒരു സീറ്റ് ബുക്ക് ചെയ്ത് എന്നെ സഹായിച്ച എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് ദുനിയാവിൽ എനിക്ക് ഏറ്റവും വലിയ കൂട്ടുകാരനെന്ന് പൊങ്ക് പറഞ്ഞു നടക്കുന്നവരെ, നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു പോകുമ്പോൾ അവനാ മോനെ നിന്റെ ഏറ്റവും വലിയ ശത്രുവെന്ന ഒരിക്കൽ പോലും കളവ് പറയാത്ത ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ആ മഹ്ശറയുടെ സന്ദർഭങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ഒരുപാട് വിഭാഗം ആളുകൾ മഹ്ശറയിൽ ഇങ്ങനെ തമ്പുകൂടും. നന്മ ചെയ്ത ആളുകൾ ഉണ്ടാകും,
തിന്മയെ അലോസരപ്പെടുത്തിയ ആളുകളുണ്ടാകും. ധാർമ്മികപരമാകുന്ന ജീവിതം നയിച്ചതിന്റെ പേരിൽ അള്ളാഹുവിന്റെ തൃപ്തി കരഗതമാക്കിയ ആളുകളുണ്ടാകും. ഒരു നേരം പോലും അള്ളാഹുവിന്റെ ആ ഒരു ചിന്തയിൽ നിന്നും വഴുതി മാറാതെ അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി മുന്നോട്ട് കടന്നു വന്ന ആളുകളുണ്ടാകും. അങ്ങനെ ഒരുപാട് നന്മ ചെയ്യുന്ന ആളുകൾ, ഒരുപാട് തിന്മ ചെയ്ത ആളുകൾ ആ മഹ്ശറയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ അള്ളാഹുവിന്റെ ഒരു പ്രഖ്യാപനം കടന്നു വരികയാണ്. യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫാ. ആ മഹ്ശറ വൻസഭയില് എല്ലാ ആളുകളും ഒരുമിച്ച് കൂടി നിൽക്കുകയാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ശ്രേഷ്ഠ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഉമ്മത്തിൽപ്പെട്ട അവസാനത്തെ കണ്ണിയായ അയാള് വരെയുള്ള മുഴുവൻ ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറ വൻസഭയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി നിർത്തും. അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ആദം നബിയുടെ ആ സമൂഹം മുതൽ അവസാനത്തെ കണ്ണിയായ മനുഷ്യനെ വരെ ആ മഹ്ശറയിൽ ഇങ്ങനെ സ്വഫായി ഒരുമിച്ച് കൂട്ടി നിർത്തുന്നതാണ്. ഇത്രയും ജനുബാഹുല്യത്തിനെ, ഇത്രയും പരിവാര വൃന്ദങ്ങളെ ആ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, 120ഓളം വരുന്ന സ്വഫുകളിൽ ആദം നബി മുതൽ റസൂൽ തങ്ങൾ വരെയുള്ള ആ ഉമ്മത്തിന്റെ അവസാന കണ്ണികളെ മുഴുവനും 120 സ്വഫിൽ ഒരുമിച്ച് കൂട്ടും. പ്രിയമുള്ളവരെ, മുഴുവൻ ആളുകളെയും മഹ്ശറയിൽ 120 സ്വഫുകളിൽ ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, സ്വഹാബാ, ഈ 120 സ്വഫിൽ വെറും 3 സ്വഫുകൾ മാത്രമാണ്. 3 സ്വഫുകൾ മാത്രമാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമാകുന്ന കാരുണ്യത്തിന്റെ കേദാരമാകുന്ന സ്വർഗലോകത്തേക്ക് കടന്നു പോകുന്നത്. വെറും 3 സ്വഫുകൾ മാത്രമാണ്. സ്വഹാബാ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്വഹാബാക്കൾ പറയുന്നു, നബിയേ, അങ്ങയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിതം അങ്ങ് തന്നല്ലോ നബിയേ, ഞങ്ങളുടെ സ്വത്തുക്കളും സമ്പാദ്യങ്ങളും അങ്ങയ്ക്ക് വേണ്ടി നൽകിയല്ലോ നബിയേ, ഞങ്ങളുടെ എല്ലാമായി അങ്ങേ ഞങ്ങൾ കണ്ടുവല്ലോ നബിയേ. എന്നിട്ടും വെറും 3 സഫ് മാത്രമാണോ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ വിങ്ങിക്കൊണ്ട് പറയുകയാണ്, അതേ സ്വഹാബാ, ആ 3 സഫിൽ ജമാഅത്തിന് പങ്കെടുത്ത ആളുകളുണ്ട്, ആ 3 സഫിൽ സൽസ്വഭാവികളുണ്ട്, ആ 3 സഫിൽ ക്ഷമ കൈവരിച്ച ആളുകളുണ്ട്, ആ 3 സഫിൽ മറ്റുള്ള ആളുകളെ കുറ്റം പറയാത്തവരുണ്ട്, ആ 3 സഫിൽ നമസ്കരിക്കുന്ന ആളുകളുണ്ട്, ആ 3 സഫിൽ മുഹബ്ബീങ്ങളാകുന്ന ആളുകളുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഗൗരവപരമായി ചിന്തിക്കണം. നമ്മളെല്ലാവരും നമസ്കരിക്കുന്ന ആളുകൾ, പള്ളിയുമായി ബന്ധപ്പെടുന്ന ആളുകൾ, മുസ്ലിം നാമധാരികൾ, നമുക്ക് ആ 3 സഫിൽ ഒരിടം കിട്ടുമോ? നമ്മൾ സ്വയമേ ചിന്തിക്കണം. മറ്റുള്ള ആളുകളുടെ കുറ്റങ്ങളും കുറവുകളും പറയുന്നതിൽ ഉപരി നാം യഥാർത്ഥ ഒരു മുഅ്മിനാണോ എന്ന് ചിന്തിക്കണം. എന്റെ നിസ്കാരങ്ങൾ അല്ലാഹു സ്വീകരിക്കുന്നുണ്ടോ? എന്റെ സ്വത്തുക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നുണ്ടോ? ഒരു മനനം നടത്തേണ്ടത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ അനിവാര്യ ഘട്ടമാണെന്ന് ഹബീബായ പ്രവാചക പുങ്കവർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ആ നാശത്തിന്റെയും അതുപോലെ തന്നെ മുഴുവൻ ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന മഹ്ശറ വൻസഭയിൽ അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടുന്ന, അല്ലാഹുവിന്റെ അർശിന്റെ തണൽ കിട്ടുന്ന 7ഓളം വരുന്ന വിഭാഗത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ആരാണ് 7 വിഭാഗം എന്നറിയുമോ? സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. ഒരു തണലുമില്ലാത്ത അവസ്ഥ കടന്നു വരുമ്പോൾ നരകത്തിന്റെ തീക്കാറ്റ് മഹ്ശറാവൻ സഭ ഇങ്ങനെ പൊതിഞ്ഞുകൊണ്ട് മഹ്ശറയിൽ ഒരുമിച്ച് കൂടി നിൽക്കുന്ന ആളുകളതാ വല്ലാതെ വിയർത്ത് ശരീരത്തിന്റെ അവയവങ്ങൾ ഉരുകി താഴേക്ക് വീഴുന്ന അവസ്ഥ കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ അതിമഹത്തരമാകുന്ന അർശിന്റെ തണല് കിട്ടുന്ന 7 വിഭാഗത്തിന് ഹബീബായ പ്രവാചക പുങ്കവർ അവിടുന്ന് സ്വഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്വഹാബാക്കൾ ചോദിക്കുന്നു, നബിയേ, ആരൊക്കെയാണ് നബിയേ ആ 7 വിഭാഗം എന്ന് ചോദിച്ചപ്പോൾ
ഹബീബായ പ്രവാചകൻ ഒന്നാമതായി അവിടുന്ന് പഠിപ്പിക്കുന്നു, ശാബുൻ നശഅ ബിഇബാദത്തില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ നല്ല ആഗ്രഹം പ്രകടിപ്പിച്ച ചെറുപ്പക്കാരന്മാരാണ് ഒന്നാമത്തെ വിഭാഗം. പരിശുദ്ധമാകുന്ന പള്ളിയുടെ മിനാരങ്ങളിൽ നിന്നും ബാങ്കിന്റെ ശബ്ദം കേൾക്കുമ്പോൾ മറ്റുള്ള മുഴുവൻ ജോലികളും മാറ്റിവെച്ചുകൊണ്ട് പള്ളിയിൽ വന്ന് ഒരു 5 മിനിറ്റ് ഇമാമോട് കൂടി ജമാഅത്ത് നമസ്കരിക്കുന്ന അങ്ങനെയുള്ള ചെറുപ്പക്കാരന്മാരാണ് ഒന്നാമത്തെ വിഭാഗം എന്ന് ഹബീബായ പ്രവാചക പുണ്യവർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. നാട്ടിൽ ഒരുപാട് നന്മയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. നാട്ടിൽ ഒരുപാട് നന്മയുള്ള പ്രവർത്തനങ്ങൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നമുക്ക് ചെയ്യാനുണ്ട്. നേരത്തെ നാം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മനോമുഖരങ്ങളിലുള്ള നമ്മുടെ ഇഷ്ടഭാജനമാകുന്ന ഒരുപാട് സൂപ്പർ സ്റ്റാറുകളുടെ പടങ്ങൾ ഇറങ്ങുമ്പോൾ, സിനിമകൾ ഇറങ്ങുമ്പോൾ ആരാധകരാകുന്ന ആളുകൾ അവരുടെ ഫ്ലെക്സുകളും കട്ടൗട്ടുകളും വെക്കാറില്ലേ? ആ പൈസയുടെ ഒരു 4% മാറ്റിവെച്ചിട്ട് അവൻ ജനിച്ചു വളർന്ന നാട്ടിലുള്ള വിധവയായ ഒരു സ്ത്രീക്ക് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി അവന് കൊടുത്തുകൂടെ? അതല്ലെങ്കിൽ പോട്ട് അവന്റെ നാട്ടിൽ ജനിച്ചു വളർന്ന വാപ്പയില്ലാത്ത പ്രിയപ്പെട്ട ഒരു മകന്റെ പഠിത്തത്തിന് വേണ്ടിയോ വിദ്യാഭ്യാസത്തിന് വേണ്ടിയോ അത് കൊടുത്തുകൂടെ? നമുക്കും നന്മകൾ ഒരുപാട് ചെയ്യാനുണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്മാര്. ചെറുപ്പം എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചെറുപ്പം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു അവസ്ഥയാണ് ചെറുപ്പം. ഈ ചെറുപ്പത്തിൽ ഒരുപാട് ചോരത്തിളപ്പുള്ള, എന്തിനും ആവേശമുള്ള, എന്തിനും ആർജവമുള്ള, എന്തിനും തന്റേടമുള്ള ഒരു അവസ്ഥയായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറുപ്പത്തിനെ സൂചിപ്പിക്കുമ്പോൾ, ആ ചെറുപ്പത്തിൽ ചെയ്യുന്ന ഇബാദത്തിന്, ചെറുപ്പമല്ലാത്ത സമയത്ത് ചെയ്യുന്ന ഇബാദത്തിനേക്കാൾ 40 ഇരട്ടി പ്രതിഫലം ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തരുകയാണ്. ഇപ്പോൾ 55 വയസ്സുള്ള ഒരു കാക്ക ഇവിടെ ജമാഅത്തിന് വേണ്ടി ഒന്ന് നമസ്കരിച്ചു. 27 ഇരട്ടി പ്രതിഫലം കിട്ടും ഓൾറെഡി. ഇതൊരു ചെറുപ്പക്കാരനാണ് നമസ്കരിച്ചെങ്കിലോ 27 × 40 പ്രതിഫലം അവന്റെ അക്കൗണ്ടിലേക്ക് അള്ളാഹ് ഇട്ട് കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇബാദത്തിന് വേണ്ടി ഉന്മേഷം കാണിക്കുന്ന, ആവേശം കാണിക്കുന്ന ചെറുപ്പക്കാരന്മാരാണ് അള്ളാഹുവിന്റെ അർശിന്റെ തണല് കിട്ടുന്ന ഒന്നാമത്തെ വിഭാഗമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, രണ്ടാമത്തെ വിഭാഗമായി റസൂൽ തങ്ങൾ പറയുന്നു, റജുലുൻ ഖൽബുഹു മുഅല്ലിഖുൻ ഫിൽ മസ്ജിദി, അള്ളാഹുവിന്റെ പരിശുദ്ധമാകുന്ന പള്ളിയുമായി അവന്റെ ഹൃദയം കെട്ടുപിണഞ്ഞു കിടക്കുകയാണ്. ജമാഅത്തിന് വേണ്ടി പള്ളിയിൽ വരുന്ന പ്രിയപ്പെട്ട ഉപ്പയുണ്ടോ? ജമാഅത്ത് മുടക്കാത്ത പ്രിയപ്പെട്ട ചെറുപ്പക്കാരനുണ്ടോ? ജമാഅത്ത് മുടക്കാത്ത പ്രിയപ്പെട്ട മുഅ്മിനായ മനുഷ്യനുണ്ടോ? അവന് അർശിന്റെ തണലുണ്ടെന്ന് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടേതാ പള്ളിയുടെ പരിപാലന സമിതിയുടെ യോഗങ്ങൾ, മീറ്റിങ്ങുകൾ കടന്നു വരുമ്പോൾ, ഇലക്ഷനുകൾ കടന്നു വരുമ്പോൾ യുവാക്കന്മാർ മുന്നോട്ട് കടന്നു വരണം. ആ യുവാക്കന്മാരുടെ മനോമുഖരങ്ങളിൽ ഒരുപാട് പരിഷ്കരണ ചിന്തകൾ ഉണ്ടാകും. ഇനിയും പുതിയ തലമുറയ്ക്ക് കൈമാറാനുള്ള ഒരുപാട് ചിന്തകളും ഒരുപാട് കാര്യങ്ങളും അവരുടെ കൈകളിൽ ഉണ്ടാകും. പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിപാലനത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതുപോലെയുള്ള പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്യുമ്പോൾ, ചെറുപ്പക്കാരന്മാര് മുന്നോട്ട് കടന്നു വന്നുകൊണ്ട് അക്രമത്തിലും അരാജകത്വത്തിലും അധാർമിക പ്രവർത്തനത്തിലും മാത്രം ഇടപെടാതെ കുറച്ചും കൂടെ നന്മയുള്ള പ്രവർത്തനത്തിലേക്ക്, നന്മയിൽ പ്രതിഫലം കിട്ടുന്ന ആ ഒരു ആഹ്വാനത്തിലേക്ക് കടന്നു വന്നാൽ അള്ളാഹുവിന്റെ അർശിന്റെ തണല് കിട്ടുമെന്ന് പുന്നാർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ വിഭാഗത്തെ കുറിച്ച് റസൂൽ തങ്ങൾ പറയുന്നു, റജുലാനി തഹാബാ ഫില്ലാഹ് ഇജ്തമഅ അലൈഹി തഫറഖാ അലൈഹി, അല്ലാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ച 2 യുവാക്കൾ, നല്ല കാര്യത്തിൽ പരസ്പരം ഐക്യത്തോടുകൂടി സ്നേഹബന്ധം പുലർത്തിയ യുവാക്കളും അർശിന്റെ തണൽ കിട്ടുന്നവരുടെ കൂട്ടത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
നന്മയുടെ കാര്യം വരുമ്പോൾ അവർ പരസ്പരം ഒരുമിച്ച് കൂടും, കൂട്ടുകൂടും. തിന്മയുടെ കാര്യമാണെങ്കിലോ ഇന്നലെ വരെ തോളയിൽ കൈയിട്ട് നടന്നതായ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ അവൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മദ്യപിക്കുന്നത് കണ്ടു, അല്ലെങ്കിൽ പുകവലിക്കുന്നത് കണ്ടു, അല്ലെങ്കിൽ സമൂഹത്തിന് വിരുദ്ധമാകുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ സ്വന്തം കൂട്ടുകാരന്റെ പക്കൽ നിന്നും കടന്നു വരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, നല്ലൊരു കൂട്ടുകാരനാണെങ്കിൽ അവനെ ഉപദേശിക്കും, തിരുത്താൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കും. എന്നിട്ടും തിരുത്തുന്നില്ല, എന്നിട്ടും നേരെയാവുന്നില്ല എന്ന് കാണുമ്പോൾ സ്വാഭാവികമായി നമ്മളും കൂടെ നശിച്ചു പോകുമോ എന്നുള്ള പേടി കൊണ്ട് നമ്മൾ അവിടെ നിന്ന് വഴിമാറുകയാണ്. അതാണ് വേണ്ടത്. ഇനിയും അവരോട് കൂട്ടുകൂടിയാൽ ചിലപ്പോൾ നമ്മളും അതിന്റെ പിടിയിൽ പെട്ടുപോകും എന്ന് കണ്ടാൽ നൈസായിട്ട് സ്കൂട്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മയിൽ ഒരുമിച്ച് കൂടുന്നവർ, തിന്മയിൽ വിട്ടുപിരിയുന്നവർ, ഇവർക്കും അർശിന്റെ തണലുണ്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്തതായി റസൂൽ തങ്ങൾ പറയുകയാണ്, റജുലുൻ ദഅതു ഇംറഅത്തുൻ ദാതു മൻസബിൻ വ ജമാലിൻ ഖാല ഇന്നി അഖാഫുല്ലാഹ്. ഒരു സുന്ദരിയായ പെണ്ണ്, ആ പെണ്ണതാ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനത്തിലേക്ക് ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെ ക്ഷണിക്കുമ്പോൾ അവൻ പറയുന്നു, ഇന്നി അഖാഫുല്ലാഹ്. ഓ പെണ്ണേ, ഈ ഭൗതികമാകുന്ന ദുനിയാവിന്റെ സുഖത്തിന് വേണ്ടി, ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടി അള്ളാഹനെ മറക്കാൻ എനിക്ക് പറ്റില്ല മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പിന്മാറിയാൽ അവനുമുണ്ട് മോനെ പരിശുദ്ധമാകുന്ന അർശിന്റെ തണലെന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളുടെ കരങ്ങളിലേക്ക് നാം മൊബൈൽ കൊടുക്കും. വിദ്യാഭ്യാസത്തിന്റെ ആവശ്യത്തിനോ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ ആവശ്യത്തിന് വേണ്ടിയോ എന്തെങ്കിലും നമ്മൾ പ്രിയപ്പെട്ട മക്കളിലേക്ക് മൊബൈലുകൾ കൊടുക്കുമ്പോൾ രക്ഷകർത്താക്കളാകുന്ന നാം ഓരോരുത്തരും വളരെയധികം ഗൗരവത്തോടു കൂടി അതിനെ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണം. പരിശോധിച്ചില്ല എങ്കിൽ നമ്മുടെ മക്കളുടെ മുഖം അല്ലെങ്കിൽ ഫോട്ടോ പത്രത്തിലേക്ക് കടന്നു വരുമ്പോഴായിരിക്കും നമുക്ക് ബോധോദയം കടന്നു വരുന്നത്. അന്ന് ഞാൻ പരിശോധിച്ചിരുന്നുവെങ്കിൽ, അന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മകളെ അല്ലെങ്കിൽ മകനെ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ നാട്ടിൽ ഇത്രത്തോളം അവഹേളനം എനിക്ക് ഏൽക്കേണ്ടി വരികയില്ലായിരുന്നു എന്ന് പല മാതാപിതാക്കളും സംഭവം നടന്നു കഴിഞ്ഞതിന് ശേഷം ദുഃഖിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ഈ സമകാലിക കേരളത്തിൽ കടന്നു വരുമ്പോൾ, എന്തുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്കതിന് മുന്നോട്ട് കടന്നു വന്നുകൂടാം? നമ്മുടെ ഈ കേരളത്തിലുള്ളതായ ഒരു ജില്ലയാണല്ലോ തിരുവനന്തപുരം. അവിടെ കഴിഞ്ഞ വർഷം നടന്ന ഒരു വാർത്ത വല്ലാതെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു വാർത്ത കടന്നു വരികയാണ്. നല്ല പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. നല്ല പഠിക്കുന്ന, ആളുകളെ ബഹുമാനിക്കുന്ന, മാതാപിതാക്കളെ അംഗീകരിക്കുന്ന ഒരു പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വീട്ടിലുള്ളതായ മാതാപിതാക്കൾ ആ കുട്ടിയുടെ വീട്ടിന്റെ റൂം തുറന്നു നോക്കിയപ്പോൾ ഫാനിലതാ കഴുത്തു കുരുങ്ങി വല്ലാത്ത രൂപത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു പോവാന ആ ഒരു വല്ലാത്ത കാഴ്ച മാതാപിതാക്കൾ കാണുകയാണ്. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നു. നല്ല ഒരു കുട്ടിയായിരുന്നു, മാതാപിതാക്കളോട് അച്ചടക്കമുള്ള കുട്ടിയായിരുന്നു, വിദ്യാഭ്യാസം നല്ലതുപോലെ ഉണ്ടായിരുന്ന കുട്ടിയായിരുന്നു, ആരോടും വലിയ സൗഹൃദമില്ലാത്ത കുട്ടിയായിരുന്നു, എല്ലാവരോടും നല്ലതുപോലെ ഇടപഴകുവാനും ആരെയും വെറുപ്പിക്കാത്ത സ്വഭാവത്തിന്റെ ഉടമയായി പ്രിയപ്പെട്ട പെൺകുട്ടി എന്തുകൊണ്ടാണ് ഈ ജീവൻ അപഹരിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് കടന്നുപോയതെന്ന് ചോദിച്ചപ്പോൾ ആർക്കും ഉത്തരമില്ല. അവസാനമതാ ആ കുട്ടിയുടെ മൊബൈലിൽ നിന്ന് പരിശോധിച്ചു നോക്കിയപ്പോൾ ആ കുട്ടിയുടെ മരണകാരണം പ്രണയമായിരുന്നില്ല. ആ കുട്ടിയുടെ മരണകാരണം മറ്റുള്ള ഒരു അവിഹിത ബന്ധവുമായിരുന്നില്ല, സാമ്പത്തികപരമാകുന്ന പിരിമുറുക്കം ആയിരുന്നില്ല. സുബ്ഹാനല്ലാഹ്, കേട്ടവരൊക്കെ ഞെട്ടുകയാണ്. എന്താണ് പ്രശ്നമെന്നറിയുമോ? യൂട്യൂബിന്റെയും സോഷ്യൽ മീഡിയയുടെയും അടിമയായി പോയ ഈ പ്രിയപ്പെട്ട കുട്ടിക്ക് വിദ്യാഭ്യാസത്തിൽ അവിടുത്തെ സ്കൂളിലുള്ളതായ പഠനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാത്തതിന്റെ പേരിൽ മനം നൊന്നുകൊണ്ടാണ് എന്റെ പ്രിയമുള്ളവരെ ആ പ്രിയപ്പെട്ട വിദ്യാർത്ഥി ലോകത്തോട് വിട പറഞ്ഞു പോയതെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ നമ്മളും പിന്നെ കൈകടിക്കേണ്ട അവസ്ഥ കടന്നു വരരുത്. ഇടപെടേണ്ട സമയത്ത് ഇടപെടുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല വാർത്തകൾ കേൾക്കാൻ നമുക്ക് തൗഫീഖ് തരും. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല പ്രവർത്തനങ്ങൾ ഇച്ഛിക്കുവാൻ നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ആറാമതായി അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, അർശിന്റെ തണൽ കിട്ടുന്ന ആറാമത്തെ വിഭാഗം വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാത്ത രൂപത്തിൽ സ്വതക്ക ചെയ്യുന്ന ആളുകൾക്ക് അർശിന്റെ തണൽ കിട്ടുമെന്ന് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ റജുലുൻ ദക്കറല്ലാഹു ഖാലിയൻ വഫാദത് ഐനാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർത്തുകൊണ്ട് ഒരു പ്രാവശ്യമെന്ന് എന്റെ പ്രിയമുള്ളവരെ നമുക്ക് കരയാൻ പറ്റിയിട്ടുണ്ടോ? ആളുകളുടെ ഇടയിൽ വെച്ചല്ല, നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ പ്രിയപ്പെട്ട ഭാര്യ, ഉമ്മ, മാതാപിതാക്കൾ, അതുപോലെ തന്നെ മക്കളെല്ലാം ഉണരുന്നതിന് മുമ്പ്, സുബഹിക്ക് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിൽ നമ്മൾ wudu എടുത്തുകൊണ്ട് നമ്മുടെ നിസ്കാരപ്പാടിരുന്നു കൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടി പ്രിയമുള്ളവരെ നമ്മൾ ദുആയിരന്നിട്ടുണ്ടോ? അള്ളാഹിനെ ഓർത്ത് ഒരു തുള്ളി കണ്ണുനീരെങ്കിലും എന്റെ പ്രിയമുള്ളവരെ ഈ ഭൂമി ലോകത്തേക്ക് വീഴ്ത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നാം ചിന്തിക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധമാകുന്ന ആ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ ഈ ലോകത്തിലുള്ള മുഴുവൻ വസ്തുക്കൾ വെക്കുകയും ഒരു തുള്ളി കണ്ണുനീർ, അള്ളാഹിനെ ഓർത്തുകൊണ്ട് കരഞ്ഞ ഒരു തുള്ളി കണ്ണുനീർ മറ്റൊരു ത്രാസിൽ വെക്കുകയാണെങ്കിൽ അതിനായിരിക്കും ഏറ്റവും കൂടുതലും ഭാരം കൂടുതലുള്ളതെന്ന് ത്വാഹ റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ